بسم الله الرحمن الرحيم. وإذا مس الناس ضر دعوا ربهم منيبين إليه ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون أم أنزلنا عليهم سلطانا فهو يتكلم بما كانوا به يشركون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1383 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 33 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا مس الناس ضر دعوا ربهم منيبين إليه ثم إذا أذاقهم منه رحمة إذا فريق منهم بربهم يشركون ليكفروا بما آتيناهم فتمتعوا فسوف تعلمون أم أنزلنا عليهم سلطانا فهو يتكلم بما كانوا به يشركون صدق الله العلي العظيم. സൂറത്തുർ റൂമിലെ 33 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ അടിസ്ഥാന പ്രകൃതം ഏകനായ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന് വിധേയത്വം കാണിക്കുക എന്നതാണ്. സ്വതസിദ്ധമായി മനുഷ്യൻ അൺഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് മറ്റാരുടെയും പ്രേരണയിലോ സ്വാധീനത്തിലോ ഒന്നുമല്ല ഒരാൾ ഉള്ളത് എങ്കിൽ അവന്റെ പ്രകൃതിപരമായ ചോദന എന്ന നിലക്കും പ്രകൃതി യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മാർഗദർശനം ഉൾക്കൊണ്ടും ഒരാൾ എത്തിച്ചേരുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു തിരിച്ചറിവാണ് ഈ പ്രപഞ്ച സാകല്യത്തിന് ഏകനായ ഒരു നാഥനുണ്ട്, അതിനെ ഈ വിധത്തില് രൂപകൽപ്പന ചെയ്ത, അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നിരന്തരമായി അതിലെ സകല സംഗതികൾക്കും മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേന്ദ്രശക്തി ഇതിന്റെ പുറകിലുണ്ട് എന്നതാണ് മനുഷ്യൻ സ്വാഭാവികമായി എത്തിച്ചേരുന്ന നിഗമനവും തിരിച്ചറിവും ഒക്കെ. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് പലപ്പോഴും പല പ്രേരണകളും കാരണമായിട്ട് മനുഷ്യൻ ചെന്ന് ചാടും. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളില് അള്ളാഹു ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യമാണിത്. ഫിത്രത്ത് അല്ലാഹില്ലത്തി ഫത്രന്നാസ അലൈഹ, മനുഷ്യന് അള്ളാഹു നൽകിയിട്ടുള്ള ശുദ്ധമായ പ്രകൃതം. ലാ തബ്ദീല ലി ഖൽഖില്ല, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് ഭേദഗതികൾ വരുത്തിക്കൂടാ, അതില് മാറ്റമുണ്ടാക്കിക്കൂടാ. അതാണ്
ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഏറ്റവും ഋജുവായ ശരിയായ ശുദ്ധ പ്രകൃതത്തിലുള്ള ദീന് അഥവാ പ്രപഞ്ച സൃഷ്ടാവിന് വഴിപ്പെടുക എന്ന സംഗതി. പക്ഷെ മനുഷ്യരിൽ അധിക പേരും ഇത് മനസ്സിലാക്കാതെ പോവുകയാണ്. അതുകൊണ്ട് അള്ളാഹു ഒരു നിർദ്ദേശമായിട്ട് ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അനുയായികൾക്കുമായിട്ട് നൽകുന്നത് ഇങ്ങനെ ഒരു കാര്യമാണ്. മുനീബീന ഇലൈഹി, നിങ്ങൾ അവനിലേക്ക് തിരിയുക, അവന് വിധേയത്വം കാണിച്ചുകൊണ്ട് വത്തഖൂഹു, അവനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യുക. എന്നിട്ട് പ്രപഞ്ച സ്രഷ്ടാവായ റബ്ബുമായി വളരെ ഊഷ്മളമായ ഒരു അംഗീകരിക്കലിന്റെയും വിധേയപ്പെടലിന്റെയും ഒരു ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടി വഅഖീമുസ്സലാത്ത വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ എന്നാണ് അള്ളാഹു അവിടെ പറയുകയുണ്ടായത്. നിങ്ങൾ നമസ്കാരം സ്വലാത്ത് നിർവഹിച്ചുകൊണ്ടിരിക്കുക, അത് ഒരു വ്യവസ്ഥ എന്നുള്ള നിലക്ക് നടപ്പിലാക്കുക. അള്ളാഹുവിനുള്ള വിധേയത്വം പ്രഖ്യാപിക്കലാണ്, അള്ളാഹുവിനോടുള്ള കൂറ് അലിജിയൻസ് പ്രഖ്യാപിക്കലാണ് നമസ്കാരം എന്ന് പറഞ്ഞതിന്റെ ചുരുക്കം. നമസ്കാരത്തിലെ പ്രാർത്ഥനകളും അദ്കാറുകളും ഒക്കെ തന്നെ ആ ഒരു താല്പര്യത്തിലുള്ളതാണ്. എന്നിട്ട് പ്രകൃതിപരമായ മനുഷ്യന്റെ പ്രപഞ്ച സൃഷ്ടാവിന് വിധേയപ്പെടുക എന്ന ദീനിൽ നിന്ന് വിഘടിച്ചു പോയ മനുഷ്യ സമൂഹത്തില് അങ്ങനെയുള്ള ചിത്രതകളുടെ പുറകെ പോയ ആളുകൾ, പല സംഘങ്ങളായി തിരിഞ്ഞ ആളുകൾ, അത്തരം ആളുകളുടെ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വത്തെ ഉൾക്കൊള്ളുന്ന, അതിന് അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന ആ ഒരു നിലപാടിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ, അവര് ഓരോ വിഭാഗവും തങ്ങളുടെ കയ്യിലുള്ളത് ഏറ്റവും ഉത്കൃഷ്ടമായതാണ് എന്ന വിധത്തില് ആഹ്ലാദ പ്രമത്തതയിലായിട്ട് കഴിയുകയാണ് ഈ ആളുകൾ. ഒരിക്കലും തന്നെ അവർക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്ന ഒരു കാര്യമല്ല അത്. മനുഷ്യന്റെ പ്രകൃതിപരമായ, മനുഷ്യന്റെ ഫിത്രത്തിനോട് ഏറ്റവും ചേർച്ചയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോവുക എന്നതാണ് അവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ എന്നതാണ് വ്യക്തമാക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഹദീസുകളിലായിട്ട് ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് നോക്കുക, മാ മിൻ മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ഓരോ വ്യക്തിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതത്തിലാണ്. അബവാഹു യുഹവ്വിദാനി, പിന്നീട് അവനെ യഹൂദനാക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ്. ഔ യുനസ്സിറാനി, അല്ലെങ്കിൽ അവനെ നസറാണിയാക്കുന്നത്, ക്രൈസ്തവനാക്കുന്നത് അവന്റെ മാതാപിതാക്കളാണ്. അതല്ലെങ്കിൽ ഔ യുമജ്ജിസാനി, അവനെ മജൂസിയാക്കുന്ന, അഗ്നി ആരാധകനാക്കുന്ന, മജൂസി വിഭാഗത്തിൽപ്പെട്ടവനാക്കി മാറ്റുന്നത് അവന്റെ മാതാപിതാക്കളാണ്. ഏതുപോലെ എന്ന് പറഞ്ഞാൽ കമ ബഹീമത്തു ജമാ തുൻതജുൽ ബഹീമ അൽ തുഹ്സിനൂൻ അൽ തഹുസ്സൂന ഫീഹ മിൻ ജുദാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു ചോദിക്കുകയാണ്. നിങ്ങൾ കന്നുകാലികളുടെ കാതുകൾ കീറിയിടുന്ന, എന്നിട്ട് ചില ദേവന്മാർക്കും ദേവതകൾക്കും ഒക്കെ നേർച്ചയാക്കുന്ന ഒരു ഏർപ്പാട് കണ്ടിട്ടില്ല? അതുപോലെ അള്ളാഹു സൃഷ്ടിച്ചത് ഈ കന്നുകാലികളെ അങ്ങനെ കാതു കീറിയ അവസ്ഥയിലല്ല. കാത് കീറുന്നതാണ്, അങ്ങനെ കാത് കീറി അടയാളം ഇട്ടുകൊണ്ട് വ്യതിചലനം ഉണ്ടാക്കലാണ് യഥാർത്ഥത്തില് പ്രകൃതിപരമായ അവയുടെ സൃഷ്ടിപ്പിൽ നടത്തിയിരിക്കുന്ന ഇടപെടൽ എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകനിവിടെ വ്യക്തമാക്കുന്നത്. കന്നുകാലികളിൽ കാത് കീറിയിടുന്ന പോലെ, എന്നിട്ട് അത് ഇന്ന ദൈവത്തിനുള്ളതാണ് എന്ന വിധത്തിൽ തീരുമാനിക്കുന്നത്. ഈ കന്നുകാലികൾ സ്വാഭാവികമായി തന്നെ പടച്ചതമ്പുരാന്റെ സൃഷ്ടികളാണ് എന്ന നിലക്കുണ്ടായിരുന്ന പ്രകൃതിപരമായ അവസ്ഥയിലായിരുന്നതിനെ മാറ്റി അതിലിടപെടുന്നത് അവരുടെ ഉടമസ്ഥര് അങ്ങനെ ചെയ്യുകയാണ്.
മനുഷ്യരുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ജന്മപരമായി ഏകനായ സൃഷ്ടാവിനെ ഉൾക്കൊള്ളുകയും ആ സൃഷ്ടാവിനെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളത്. എല്ലാ മനുഷ്യ സന്തതികളും ജനിക്കുന്നത് അങ്ങനെ ഒരു പ്രകൃതത്തോടു കൂടിയാണ്. പിന്നീട് അവനില് ചെലുത്തപ്പെടുന്ന സ്വാധീനം പലപ്പോഴും അത് മാതാപിതാക്കളുടേതായിരിക്കും. ചിലരുടെ കാര്യത്തിൽ മാതാപിതാക്കളുടെ സ്വാധീനത്തിന്റെ ഘട്ടം പിന്നിട്ട ശേഷം വേറെ പലരുടെയും സ്വാധീനമൊക്കെ ആയിരിക്കും. എന്തായാലും അത്തരം സ്വാധീനങ്ങളുടെ ഫലമായിട്ടാണ് ഒരാള് യഹൂദനാവുന്നതും ക്രൈസ്തവനാവുന്നതും മജൂസിയാവുന്നതും ഒക്കെ തന്നെ. മനുഷ്യന്റെ സ്വാഭാവികമായ പ്രകൃതം എന്ന് പറയുന്നത് ഏകനായ ഇലാഹിന് വിധേയപ്പെട്ടുകൊണ്ട് നിലകൊള്ളുക, അവനെ തിരിച്ചറിയുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയുണ്ടായത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എങ്ങനെ കാണാൻ കഴിയും? ഓരോരുത്തരും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതത്തിലാണ്. പിന്നീട് അവൻ സംസാരിച്ചു തുടങ്ങുന്ന ഘട്ടത്തിലാണ് അവന്റെ മാതാപിതാക്കൾ അവനെ യഹൂദനും ക്രൈസ്തവനും ഒക്കെ ആക്കി മാറ്റുന്നത് എന്നാണ് ഈ രണ്ടാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നത്. സംസാരിച്ചു തുടങ്ങുമ്പോൾ അവനെ യഹൂദനും ക്രൈസ്തവനും ആക്കുന്നു എന്ന് പറയുന്നതിന്റെ സൂചന ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോ ഒരു പ്രത്യേക പ്രായത്തിൽ 2-3 വയസ്സ് പിന്നിടുന്നതോടെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചുകൊണ്ടായിരിക്കും ആ കുഞ്ഞ് വളരും. അതെന്താണ്, ഇതെന്താണ് എന്ന് പറഞ്ഞു, ആരാണ് അതുണ്ടാക്കിയത്, ആരാണ് ഇതുണ്ടാക്കിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. ഈ ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം നൽകുന്ന മാതാപിതാക്കൾ കുഞ്ഞിനെ അതിന്റെ ശുദ്ധ പ്രകൃതത്തിൽ തന്നെ നിലനിർത്തുന്നു. തെറ്റായ ഉത്തരം നൽകുന്ന മാതാപിതാക്കൾ കുഞ്ഞിനെ ശുദ്ധമായ പ്രകൃതത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നു. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ സൂചന. സംസാരിച്ചു തുടങ്ങുമ്പോൾ യഹൂദനും ക്രൈസ്തവനും ഒക്കെയാവും, അങ്ങനെ ആക്കി മാറ്റുന്നു മാതാപിതാക്കൾ എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോ പ്രകൃതിപരമായ സ്വാഭാവികമായ സാധ്യതയിൽ ഇടപെട്ടുകൊണ്ടാണ്, അതിനെ വക്രീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അത്തരം ചിന്താഗതികളും വിശ്വാസ നിലപാടുകളും ഒക്കെ ഒരാളിൽ ഉണ്ടാകുന്നത്. അങ്ങനെ അതിനെ വക്രമാക്കിക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായ ശുദ്ധ പ്രകൃതത്തിൽ മനുഷ്യൻ കാര്യങ്ങളെ കാണുകയും വിലയിരുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഏകനായ റബ്ബിന് വിധേയപ്പെടുന്ന ഒരു നിലപാട് മാത്രമേ ഒരാൾക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖുതുബക്കിടയിലാണ് ഒരു കാര്യം പറയുകയുണ്ടായത്. ഇന്ന റബ്ബി യഖൂലു, നിശ്ചയമായിട്ടും എന്റെ റബ്ബ് പറയുകയാണ്, ഇന്നി ഖലഖ്തു ഇബാദി, ഞാൻ എന്റെ അടിയാറുകളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഹനഫാ, എല്ലാവരും ഏകാഗ്രതയോടുകൂടി എനിക്ക് വിധേയപ്പെടാൻ പറ്റുന്ന പ്രകൃതത്തോടു കൂടിയാണ്. കുല്ലുഹും വഅന്നഹും അതതുഹുമു ശൈത്താൻ, എന്നാൽ അതിനുശേഷം അതതുഹുമു ശയാത്തീൻ, പിശാചുക്കള് ശൈത്താന്മാര് അവരെ സമീപിക്കുന്നു. ശൈത്താന്മാര് മനുഷ്യരൂപത്തിലൊക്കെയാണ് അത് നിർവഹിക്കുന്നത്. പലപ്പോഴും മാതാപിതാക്കളോ അടുത്ത സുഹൃത്തുക്കളോ അയൽവാസികളോ ഒക്കെ ആയിരിക്കും. പിശാചുക്കൾ അവരെ സമീപിക്കുന്നു. ഫഅദല്ലതുഹും അൻ ദീനിഹിം, എന്നിട്ട് അവരെ അവരുടെ ശുദ്ധ പ്രകൃതമായ മതത്തിൽ നിന്ന് തെറ്റിച്ചു കളയുന്നു. വഹറമത അലൈഹിം മാ അഹല്ലതു ലഹും, അവർക്ക് അല്ലാഹു ശുദ്ധ പ്രകൃതത്തിന്റെ ഭാഗമായി അനുവദിച്ചിരുന്ന കാര്യങ്ങളെ അവര് നിഷിദ്ധമാക്കുന്നു. വഅമറതുഹും അൻ യുശ്രികൂ ബി, എന്നിലെ പങ്കാളികളെ ചേർക്കാൻ പിശാച് അവരോട് കൽപ്പിക്കുന്നു. മാലം ഉൻസില ബിഹി സുൽത്താന, അതിനു വേണ്ട ഒരു അടിത്തറയും പിൻബലവും തെളിവും സാക്ഷ്യവും നാം അവതരിപ്പിച്ചിട്ടില്ല ശിർക്ക് ചെയ്യാൻ പറ്റും അനുകൂലമായിട്ടുള്ള. എന്നാൽ പോലും ഈ പിശാചുക്കൾ അവരെ ശിർക്ക് ചെയ്യുന്നവരാക്കി മാറ്റുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒരു കുത്തുബുക്കിടയില് കാര്യങ്ങൾ വിശദീകരിക്കുന്ന വിധത്തിൽ പറയുകയുണ്ടായത്. അതിനെ തുടർന്ന് മനുഷ്യന്റെ നിലപാടുകളിലെ ഒരു പൊള്ളത്തരം ശുദ്ധപ്രകൃതത്തിൽ നിന്ന് തെന്നിമാറി അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ നിലപാടുകളിലെ ഒരു പൊള്ളത്തരം എന്താണ് എന്നത് ചൂണ്ടിക്കാണിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച 33 മുതൽ 35 വരെയുള്ള ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ ആയത്തുകൾ ശ്രദ്ധാപൂർവം ഒന്ന് കേട്ടു നോക്കുക. വൈദാ മസ്സന്നാസ ദുർറ്, ജനങ്ങളെ വല്ല ദുരിതവും ബാധിച്ചാൽ, എന്തെങ്കിലും അതൃപ്തികരമായ, അസ്വസ്ഥജനകമായ, പ്രയാസകരമായ ഒരു സംഗതി ജനങ്ങളെ സ്പർശിച്ചാൽ, ദഅഉ റബ്ബഹും, അവര് തങ്ങളുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. മുനീബീന ഇലൈഹി, അവനോട് വിധേയപ്പെടൽ കാണിച്ചുകൊണ്ട് യഥാർത്ഥ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നേരത്തെ നമ്മൾ കടലില് സഞ്ചരിക്കാനിടയായാൽ കടലിലൊരു പ്രയാസം നേരിടുന്ന ഒരവസ്ഥ വന്നാൽ മറ്റെല്ലാ ശരീക്കുകളെയും കൈയൊഴിഞ്ഞുകൊണ്ട് അവര് പ്രപഞ്ചനാഥനായ യഥാർത്ഥ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായി. ഈ സൂറത്തിൽ തന്നെ നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ അങ്ങനെ ഒരു പരാമർശം കാണുകയുണ്ടായി. അതുപോലെയുള്ള ഒരു ദുരിതം ജനങ്ങളെ ബാധിച്ചാൽ, അത്തരം സന്ദർഭങ്ങളിൽ ദഅഉ റബ്ബഹും, അവര് തങ്ങളുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീക്കുകളെയല്ല, പങ്കാളികളെയല്ല, തങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ എന്തെങ്കിലും ഗുണമുണ്ടാക്കി തരും എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിധത്തിലുള്ള പുണ്യാത്മാക്കളെയോ അല്ലെങ്കിൽ ദേവന്മാരെയോ ദേവതകളെയോ ഒന്നുമല്ല. അവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഇതുപോലെയുള്ള വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ, വലിയ ദുർവ് ജനങ്ങളെ സ്പർശിച്ചാൽ, വലിയ പ്രയാസം അല്ലെങ്കിൽ ദുരിതം ജനങ്ങളെ ബാധിച്ചാൽ, അവര് തങ്ങളുടെ സ്വന്തം റബ്ബിനെ അവന്റെ മുന്നിൽ വിനയാന്വിതരായിക്കൊണ്ടും അവന് വിധേയപ്പെട്ടുകൊണ്ടുമൊക്കെ അവനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ടാവും. സുമ്മ ഇദാ അദാഖഹും മിൻഹു റഹ്മ, എന്നാൽ അതിനെ തുടർന്ന് അല്ലാഹു അവരെ അല്പം കാരുണ്യം അനുഭവിപ്പിച്ചു. അള്ളാഹുവിന്റെ കാരുണ്യം അല്പം അവരെ രുചിപ്പിച്ചു എന്ന് വെക്കുക. എന്ന് പറഞ്ഞാൽ അവരകപ്പെട്ടിരുന്ന വലിയ ദുരിതത്തിൽ നിന്ന് അള്ളാഹു അവരെ ഒന്ന് കരകയറ്റി, ഒന്ന് രക്ഷപ്പെടുത്തി, അല്ലെങ്കിൽ അവർക്കൊരു ആശ്വാസം നൽകി. എങ്കിൽ ഇദാ ഫരീഖും മിൻഹും ബിറബ്ബിഹിം യുശ്രികൂൻ, അങ്ങനെ ഒരു ആശ്വാസമായി കടലിൽ നിന്ന് കരയിലെത്തി, അല്ലെങ്കിൽ കടുത്ത രോഗാവസ്ഥയിൽ നിന്ന് ഒരല്പം ആശ്വാസം കിട്ടുന്ന അവസ്ഥയായി. പിന്നെ അതാ അവര് നോക്കി നിൽക്കെ മുശ്രിക്കുകളായിട്ട് തന്നെ മാറുന്നു. ഇതാണ് മനുഷ്യന്റെ വളരെ പൊള്ളയായ പ്രകൃതം എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കടലിൽ വലിയ ദുരിതം ഉണ്ടായപ്പോ അല്ലെങ്കിൽ വലിയ പ്രയാസത്തിലകപ്പെട്ടപ്പോ അതിന് അള്ളാഹു അവന്റെ കാരുണ്യം കാരണമായി രക്ഷപ്പെടുത്തിയപ്പോ പിന്നെ അവര് പറയുന്നത് ആ പുണ്യവാളൻ, ഈ പുണ്യവാളൻ, അല്ലെങ്കിൽ ആ ദേവൻ, ഈ ദേവത ഒക്കെയാണ് തങ്ങളെ രക്ഷപ്പെടുത്തിയത് എന്നാണ്. അള്ളാഹുവിനോട് വിളിച്ച് പ്രാർത്ഥിച്ച കാര്യവും അള്ളാഹു അവരോട് കരുണ കാണിച്ച കാര്യമൊക്കെ അവരങ്ങ് മറന്നിട്ട് കുട്ടിയുണ്ടായത് ഇന്ന ദർഗയിൽ പോയത് കൊണ്ടാണ്, അല്ലെങ്കിൽ കുടുംബജീവിതം തൃപ്തികരമായി മാറിയത് ഇന്ന ദേവന് ഒരു കാണിക്ക അർപ്പിച്ചത് കൊണ്ടാണ് എന്നൊക്കെയാണ് അവർ പിന്നെ പറയുക. മനുഷ്യരുടെ നിലപാടുകൾ ഈ വിധത്തിൽ മാറുന്നത് എത്ര പൊള്ളയായ വിധത്തിലാണ് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ പുണ്യവാളന്മാരെയോ മഹത്തുക്കളെയോ വിഗ്രഹങ്ങളെയോ ദേവന്മാരെയോ ദേവതകളെയോ ആയിരുന്നില്ലല്ലോ അവര് കടലിലും കരയിലും വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടപ്പോ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നത്. ഒരു ലുറ് എന്ന് പറയാവുന്ന ഒരു ദുരിതം അവരെ ബാധിച്ച ഘട്ടത്തിൽ അവര്
വളരെ ആത്മാർത്ഥതയോടെയും വിനയത്തോടെയും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായത് അവരുടെ സ്വന്തം റബ്ബായ അള്ളാഹുവിനെയാണ്, പ്രപഞ്ചനാഥനെയാണ്. എന്നാൽ ആ ദുരിതമൊന്ന് നീക്കി അല്പം കാരുണ്യം ആസ്വദിക്കാനുള്ള അവസരം നൽകി അള്ളാഹു എന്ന് വെക്കുക. പിന്നെ ഇതാ ഫരീഖും മിൻഹും, അവരിൽ ചിലർ ബിറബ്ബിഹിം യുശ്രികൂൻ, തങ്ങളുടെ റബ്ബിൽ ശിർക്ക് ചെയ്യുന്നവരായിട്ട് മാറുന്നു. എന്തിനാണ്? ഏത് വിധത്തിലാണ്? ലിയക്ഫുറു ബിമാ ആതൈനാഹും, നാം അവർക്ക് നൽകിയ സംഗതികളുടെ കാര്യത്തിൽ നന്ദികെട്ടവരായി മാറുന്ന വിധം. നാം അവർക്ക് ഐഹിക ജീവിത വിഭവങ്ങൾ നൽകിയിട്ടുണ്ട്, ദുരിത മുഖത്ത് സഹായവും നൽകിയിട്ടുണ്ട്. അതിനോടൊക്കെ നന്ദികേട് കാണിക്കുന്ന വിധത്തിലാണ് പിന്നെ അവരുടെ പെരുമാറ്റം. ലിയക്ഫുറു ബിമാ ആതൈനാഹും, നാം അവർക്ക് നൽകുകയുണ്ടായ അനുഗ്രഹങ്ങളുടെ പേരിലും അതുപോലെ തന്നെ അവർക്ക് ആശ്വാസമാകുന്ന വിധത്തിൽ സ്വീകരിച്ച നടപടികളുടെ പേരിലും നന്ദികെട്ട ആളുകളായി മാറുകയാണ്. അതിനോട് നന്ദികേട് കാണിക്കുന്ന, കൃതജ്ഞത കാണിക്കുന്നവരായിട്ട് അവര് മാറുന്നു. അപ്പൊ അള്ളാഹു അതിനോട് പ്രതികരിച്ചുകൊണ്ട് പറയുന്നത് ഫതമത്തഉ, നിങ്ങള് ആസ്വദിച്ചോളൂ. ഫതമത്തഉ, നിങ്ങളുടെ ആസ്വാദനത്തിൽ കഴിഞ്ഞോളൂ. ഫസൗഫ തഅലമൂൻ, വൈകാതെ തന്നെ നിങ്ങൾ അതിന്റെ ദുരന്ത ഫലം അറിയുക തന്നെ ചെയ്യും. ഫസൗഫ തഅലമൂൻ, മനുഷ്യന് ബുദ്ധി കൊണ്ടും യുക്തിബോധം കൊണ്ടും കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെടുന്നവരായി മാറുക എന്നതാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. ആരെങ്കിലും നിർബന്ധിച്ചോ ആരെങ്കിലും ശക്തമായി പ്രേരണ ചെലുത്തിയോ ഒന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടിയല്ല. മനുഷ്യന്റെ ശുദ്ധപ്രകൃതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ ശുദ്ധപ്രകൃതം തേടുന്ന, ആവശ്യപ്പെടുന്ന ഒരു സംഗതിയിലേക്ക് നീങ്ങുകയാണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അതുകൊണ്ട് അതിന് കൂട്ടാക്കാത്ത ആളുകൾ മറ്റു പലതിന്റെയും സ്വാധീന വലയത്തിൽ പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ ഫതമത്തഉ, നിങ്ങൾ ആസ്വദിച്ചോളൂ എന്നാണ് അള്ളാഹു അവരോട് പറയുന്നത്. ഫസൗഫ തഅലമൂൻ, പക്ഷെ ഈ ആസ്വാദനമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയും, വൈകാതെ തന്നെ നിങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹു ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. അൻസൽനാ അലൈഹിം സുൽത്താന, നാം അവർക്ക് വല്ല തെളിവോ പിൻബലമോ ഇറക്കി കൊടുത്തിട്ടുണ്ടോ? അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്ക് ശരിയായ രീതിയാണ്, അതാണ് ശരി എന്നത് ബോധ്യപ്പെടുത്തുന്ന, അതല്ലെങ്കിൽ അവര് ആരാധിക്കുന്ന, അവര് അള്ളാഹുവിനോടൊപ്പം പങ്കാളികളായി കാണുന്ന ശക്തികൾ, അല്ലെങ്കിൽ അവര് പുണ്യവാളന്മാരായി കരുതുന്ന ആളുകൾ, മഹത്തുക്കളായി കരുതുന്നവർ, ഇവരാരെങ്കിലും ദിവ്യത്വത്തിൽ പങ്കുള്ളവരാണ് എന്ന വിധത്തിൽ ഇവരെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു അവർക്ക് വല്ല തെളിവും ഇറക്കി കൊടുത്തിട്ടുണ്ടോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അം അൻസൽന അലൈഹിം സുൽത്താന, നാം ഇവർക്ക് വല്ല തെളിവും ഇറക്കി കൊടുത്തിട്ടുണ്ടോ, വല്ല പിൻബലവും നൽകിയിട്ടുണ്ടോ? എന്തിനുള്ള തെളിവാണ്? ഫഹുവ യതകല്ലമു ബിമാ കാനൂ ബിഹി യുശ്രികൂൻ, അവര് ശിർക്ക് ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ അവരോട് അതിന് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്ന വിധത്തിൽ സംസാരിക്കുന്ന വല്ല തെളിവും വല്ല പിൻബലവും നാം അവർക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ അവർക്ക് ബോധ്യപ്പെടാൻ വല്ല അടിത്തറയും അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കിനുണ്ടോ? അള്ളാഹു ഇറക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു നേരിട്ട് വന്ന് പറഞ്ഞു കൊടുക്കലോ ഇറക്കി കൊടുക്കലോ ഒന്നും ആവണമെന്നില്ല. പ്രകൃതിയില്, പ്രപഞ്ചത്തില് ഈ ശിർക്കിന് പിൻബലമേകുന്ന വല്ലതും അവർക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സകല കാര്യങ്ങൾക്കും ഇടയില് അതിസമർത്ഥമായ ഒരു കോർഡിനേഷനും ഉണ്ട്. പരസ്പരം സംഘർഷമില്ലാതെ ഈ പ്രപഞ്ച സംവിധാനം പ്രവർത്തനക്ഷമമാകുന്നു എന്നത് കൃത്യമായി നൽകുന്ന സൂചന.
ഇതിന്റെ പുറകിൽ ഏകനായ ഒരു ആസൂത്രകൻ ഉണ്ട് എന്നതാണ്. അത് മനുഷ്യന്റെ യുക്തിബോധവും ശാസ്ത്രബോധവും ഒക്കെ അവന് പകർന്നു നൽകുന്ന ഒരു തിരിച്ചറിവാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ വ്യത്യസ്തങ്ങളായ പ്രതിഭാസങ്ങൾ വ്യത്യസ്തങ്ങളായ ദൈവിക ശക്തികളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന വിധത്തിൽ ബോധ്യം നൽകുന്ന വല്ലതും ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ അവർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അള്ളാഹു ദൈവികമായ വെളിപാടുകളുടെ ഭാഗമായി വല്ലതും അങ്ങനെ ഇറക്കി കൊടുത്തിട്ടുണ്ടോ? പ്രകൃതിയിലെ വല്ല പ്രതിഭാസവും അവരെ അത് ബോധ്യപ്പെടുത്തുന്നുണ്ടോ? ഒന്നുമില്ല. കള്ളം പറഞ്ഞുകൊണ്ട് വ്യാജമായി ഒരു ആശയം ചമച്ചുണ്ടാക്കി അത് കൊണ്ടു നടക്കുകയാണ് ഈ ആളുകൾ. പ്രകൃതിയിലെ ഏത് പ്രതിഭാസമാണെങ്കിലും സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ അതിന്റെ പുറകില് ഏകനായ ഒരു ആസൂത്രകൻ ഉണ്ട് എന്ന കാര്യം ആർക്കും ബോധ്യപ്പെടും. അത് മനുഷ്യപ്രകൃതത്തിന് ഏറ്റവും എളുപ്പത്തില് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇവര് ദിവ്യത്വം ആരോപിച്ചുകൊണ്ട് തലയിലേറ്റി നടക്കുന്ന സംഗതികൾക്ക് വല്ല വിധത്തിലുമുള്ള ദിവ്യത്വം ഉണ്ടോ, കാര്യങ്ങളിൽ അവർക്ക് വല്ല പങ്കാളിത്തവും ഉണ്ടോ എന്നത് ഈ പ്രകൃതിയിൽ എവിടെ നോക്കിയാലാണ് മനസ്സിലാവുക? ഏത് പ്രാപഞ്ചിക പ്രതിഭാസമാണ് അവർക്ക് ഇവരാരാധിക്കുന്ന അള്ളാഹുവിനോടൊപ്പം പങ്കാളിയായിട്ട് ഇവർ കൊണ്ടു നടക്കുന്ന സംഗതികൾക്ക് ദിവ്യത്വമുണ്ട് എന്നത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്? ഒരു സംഗതിയും കാണാൻ സാധ്യമല്ല. പ്രകൃതിയിലെ ഏത് പ്രതിഭാസത്തെ അപഗ്രഥിച്ചാലും വളരെ ക്ലോസ് ആയി പഠിച്ചാലും ഈ സംവിധാനങ്ങളെ ഒന്നാകെയായി നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ ഒരു തമ്പുരാൻ ഉണ്ട് എന്ന കാര്യമല്ലാതെ ഇതിന് ഒരുപാട് നിയന്ത്രകരുണ്ട്, ഇതിന്റെ മേൽ ഒരുപാട് ദൈവങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്ന ഒരു കാര്യം ഈ പ്രപഞ്ചത്തില് നിന്ന് അതിലെ എന്ത് പ്രതിഭാസം വിലയിരുത്തിയാലും നമുക്ക് ബോധ്യപ്പെടുക സാധ്യമല്ല. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. മറിച്ച് ഈ സംഗതികൾ ഇപ്പം മഴയും മണ്ണും അത് വളരെ യോജിപ്പോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. മഴ വർഷിക്കപ്പെടുമ്പോൾ മണ്ണ് അതിന് പാകപ്പെടുന്നതും മണ്ണ് അതിന് കാത്തിരിക്കുന്നതും, മണ്ണിൽ വീണ ജലത്തുള്ളികള് മഴയില് വലിയൊരു പ്രക്രിയക്ക് തുടക്കമിടുന്നതും മണ്ണില് വലിയൊരു പ്രക്രിയക്ക് തുടക്കമിടുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത് സമഗ്രമായ ആസൂത്രണത്തിന്റെ ലക്ഷണങ്ങളാണ്. വിത്ത് മുളക്കാൻ പാകപ്പെടുന്നു, സൂര്യപ്രകാശം പ്രയോജനപ്പെടുത്തുന്നു, എന്നിട്ട് അത് മുള പൊട്ടി ഇലയും നാമ്പും ഒക്കെ ആയിട്ട് പുറത്തു വരുന്നു. എന്തൊരു അത്ഭുതകരമായ കാര്യമാണത്. ഇത് മഴയും മണ്ണും വിത്തും സൂര്യപ്രകാശവും ഒക്കെ കൈകോർത്തുകൊണ്ട് ഒരു പ്രവർത്തന പ്രക്രിയയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. മണ്ണ് ഒരു ദൈവത്തിൻ്റെതും, മഴ വേറൊരു ദൈവത്തിൻ്റെതും, സൂര്യപ്രകാശം മറ്റൊരു ദൈവത്തിൻ്റെതും, വിത്ത് നാലാമതൊരു ദൈവത്തിൻ്റെതുമാണ് എങ്കിൽ ഈ വിധത്തില് ഇത്രയും യോജിപ്പോടുകൂടി പ്രവർത്തിക്കുന്നത് ഒരാൾക്കും കാണാൻ കഴിയുമായിരുന്നില്ല. അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത് പ്രപഞ്ചത്തിലെ ഒരു പ്രതിഭാസം വെച്ചുകൊണ്ടും ബഹുത്വം എന്ന ആശയം അവർക്ക് ബുദ്ധിപരമായി യുക്തിപരമായി ബോധ്യപ്പെടുക സാധ്യമല്ല. എന്നിട്ടും ഈ ആളുകൾ ഇങ്ങനെ വിഡ്ഢികളായി പോകുന്നു എന്നതാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്ന കാര്യം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ പിന്നിട്ട ആയത്തുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉന്നയിക്കപ്പെട്ട ചില ചോദ്യങ്ങൾ പരിഗണിക്കാമെന്ന് വിചാരിക്കുന്നു. ഒബ്സർവേഷൻ ആണ്, സയ്യിദ് തങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരങ്ങൾ പറയുമ്പോഴും അത് കേൾക്കാതെ ഒരേ രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരോട് സംവദിക്കുന്നതിലെ യുക്തി മനസ്സിലായില്ല എന്നാണ് സയ്യിദ് തങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു വസ്തുതയാണ്. ഈ വേദിയിൽ ചിന്മയെ പോലെയുള്ള ആളുകൾ, അതുപോലെ മുമ്പൊരിക്കൽ ഒരു SK എന്ന പേരിൽ ഒരാളുണ്ടായിരുന്നു, നിരന്തരമായി ഒരേ തരം ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുകയാണ്. അതിന് ഏറ്റവും യുക്തിഭദ്രമായ ഉത്തരങ്ങൾ പലപ്പോഴും നൽകിയിട്ടുണ്ട്. വീണ്ടും വീണ്ടും സമാന സ്വഭാവമുള്ള ചോദ്യങ്ങൾ തന്നെ അവർ ഉന്നയിക്കുന്നതും കാണാം. അതിന് വേണമെങ്കിൽ ഉത്തരം നൽകേണ്ടതില്ല എന്ന് തീരുമാനിക്കാം.
പക്ഷെ നമ്മളത് പോസിറ്റീവായിട്ട് അതിനെ കാണുന്നത് ഒരുപക്ഷെ അവർ കേൾക്കാതെ പോയതായിരിക്കാം, നീ കേട്ടിട്ടും വീണ്ടും അത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നതാവാം. എന്നാൽ പോലും നമ്മുടെ ഈ വേദിയിൽ വരുന്ന ആളുകൾക്ക് ഇവരുന്നയിക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യുക്തിതലം മനസ്സിലാക്കാൻ ഇത്തരം ചോദ്യങ്ങളും അതിന് നൽകപ്പെടുന്ന മറുപടികളും ഉപകരിക്കും എന്ന് കരുതുന്നത് കൊണ്ടാണ്. പിന്നെ ഈ ആളുകള്, ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകള് ചിലപ്പോഴൊക്കെ ഈ ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ അത്തരം ചോദ്യങ്ങൾക്ക് കാരണമായിട്ടുള്ള അവരുടെ ചിന്തകള്, ആ ചിന്തകളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ചിന്തകളിൽ ഉടക്കി കിടക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയോജനം ഉണ്ടാവുകയാണെങ്കിൽ അതാവട്ടെ എന്നുകൂടി കരുതിക്കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാലും ചിലതൊക്കെ സ്ക്രീൻ ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചിന്മയ ഉന്നയിച്ച മറ്റൊരു ചോദ്യം, എന്താണ് ഇത് കാണിക്കുന്നത്? ഒരു ബുദ്ധിശാലിയായ മനുഷ്യൻ അള്ളാഹു എന്ന പ്രതീകത്തെ ഉപയോഗപ്പെടുത്തി സ്വയം നേതാവായി സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നതല്ലേ എന്നാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാജമായിട്ട് അള്ളാഹു എന്നൊരാശയത്തെ ഉണ്ടാക്കി അതിനെ മുൻനിർത്തിക്കൊണ്ട് ജനങ്ങളെ കൈകാര്യം ചെയ്ത് നേതാവായി അവരുടെ മേൽ സ്വാധീനവും നിയന്ത്രണവും ഒക്കെ നേടുകയായിരുന്നില്ലേ എന്നാണ് ചിന്മയ ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ചോദ്യം. ചിന്മയ ചരിത്രം വായിച്ച് പഠിക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ജനങ്ങളെ തന്റെ കൂടെ നിർത്തിയത്? എന്തെങ്കിലും ഭൗതികാർത്ഥത്തിലുള്ള നേട്ടം അദ്ദേഹത്തിന് ഉണ്ടായോ? അല്ലെങ്കിൽ ഉണ്ടാകാൻ ലക്ഷ്യമിട്ടിട്ടുണ്ടായിരുന്നു? എന്നാലോചിച്ച് നോക്കൂ. ഇന്നത്തെ പോലെ സെലിബ്രിറ്റി ആവാനുള്ള, സോഷ്യൽ മീഡിയയിലൊക്കെ സെലിബ്രിറ്റി ആവാനുള്ള ഒരു സാധ്യത പോലും ഇല്ലാത്തൊരു കാലാണത്. ഇനി ആളുകളെ കൂടെ കിട്ടിയത് കൊണ്ട് എന്ത് ഗുണമുണ്ട്? ഭൗതികാർത്ഥത്തിൽ എന്തെങ്കിലും ആസ്വാദനമോ അല്ലെങ്കിൽ സുഭിക്ഷതയോ സുഖലോലുപതയോ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ ആർജിക്കാനുള്ള സാധ്യതയോ എന്തെങ്കിലുമൊക്കെ അതിലൂടെ അദ്ദേഹത്തിന് നേടാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അദ്ദേഹം ആഗ്രഹിക്കുകയോ ലക്ഷ്യം വെക്കുകയോ ഒന്നും ചെയ്തതായിട്ട് നിങ്ങൾക്ക് ചരിത്രം പരിശോധിച്ചിട്ട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ നിഗമനം വളരെ ഫൂളിഷ് ആണ് എന്ന് കരുതുകയാണ് വേണ്ടിവരിക. കാരണം ഒരാളും അങ്ങനെ കുറെ ആളുകളെ എങ്ങനെ കൂടെ കിട്ടുക എന്നുള്ളത് വലിയൊരു സംഗതിയായിട്ട് കാണുന്നുണ്ടാവില്ല. ആ ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കൂടെ നിർത്തിക്കൊണ്ട് ചില ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലോ ആരും പ്രവർത്തിക്കുന്നുണ്ടാവുക. നമ്മൾ അങ്ങനെയല്ലേ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്നത്, സിനിമയിലും ഒക്കെ അങ്ങനെയുള്ള ഒരു പ്രവണത കാണാൻ സാധിക്കും. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് താല്പര്യം റിയലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇല്ലാത്തൊരു കഥ മെനഞ്ഞുണ്ടാക്കി വ്യാജമായ ഒരു സങ്കല്പം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച് എന്നിട്ട് അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജനങ്ങളെ ഇങ്ങനെ ഭരിക്കി നിർത്തി തന്റെ കൂടെയാക്കി എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോ ഇനി വാദത്തിന് വേണ്ടി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കാം. ഒരാള് വളരെ സത്യസന്ധനായ ഒരാളുടെ രൂപത്തില് നമ്മളുടെ മുന്നിൽ വരുമ്പോ അയാള് വ്യാജനാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ മറിച്ചൊരു സാധ്യതയില്ലേ? ഒരുപാട് വ്യാജന്മാരുടെ കൂട്ടത്തില് സത്യം ജനങ്ങളോട് പറയുന്ന ഒരാൾ ഉണ്ടാവാൻ ഒരു സാധ്യത ഇല്ലേ? എല്ലാവരും 100% വ്യാജന്മാര് തന്നെ ആയിരിക്കും. മനുഷ്യ സമൂഹത്തിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവികമായിട്ട് നിയോഗിക്കപ്പെട്ട ഒരു പ്രവാചകൻ എന്ന നിലക്ക് ദൗത്യം നിർവഹിക്കുന്ന ഒരാളും ഉണ്ടാവുകയില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആലോചിച്ച് നോക്കൂ. ഒരാള് ഒരുപാട് വ്യാജന്മാരുണ്ടാവാം. വ്യാജന്മാരൊക്കെ സത്യവാന്മാരെ പോലെയാണ് വേഷം ധരിച്ചു വരുന്നതെങ്കിലും സത്യവാന്റെ വേഷം ഇട്ടുകൊണ്ടല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പോ തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. ഇത് എന്താണ് എന്നത്, ഇത് വ്യാജമാണോ അതല്ല സത്യമാണോ എന്നത്, അതിന്റെ പ്രയോജനം
അല്ലെങ്കിൽ അതിന്റെ ദുരന്തം നമുക്കാണ്. ആ സത്യം തിരിച്ചറിഞ്ഞാൽ, എന്നിട്ട് അത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് അതിന്റെ കൂടെ നിന്നാൽ അതിന്റെ ഗുണം നമുക്കാണ്. അതല്ല അത് വ്യാജമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കൈയൊഴിയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ തന്നെ അത് വ്യാജമായിരുന്നെങ്കിൽ അതിന്റെ ഗുണവും നമുക്ക് തന്നെയാണല്ലോ. അപ്പൊ നമ്മളാണ് ബുദ്ധിയും കഴിവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അക്കാര്യത്തിൽ ഒരു വിലയിരുത്തൽ നടത്തേണ്ടതും ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതും. എന്റെ തീരുമാനം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ ഒരു വ്യാജമായ ആശയവുമായിട്ട് രംഗത്ത് വന്ന ആളല്ല. അദ്ദേഹം ലോകത്തോട് പറഞ്ഞിട്ടുള്ളത് സത്യമാണ്. അതിനുള്ള സാക്ഷ്യമായിട്ട് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തും നമ്മുടെ മുന്നിലുണ്ട്. മാത്രവുമല്ല, ചരിത്രവും പ്രകൃതി യാഥാർത്ഥ്യങ്ങളും ഒക്കെ തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ച ജീവിത ദർശനം സത്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ളതുമാണ്. അതുകൊണ്ട് ഞാൻ ആ ചോദ്യത്തിനുള്ള പ്രതികരണം അവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ സ്വതന്ത്രമായ രീതിയിൽ പഠിച്ച ഒരു തീരുമാനത്തിലേക്ക് വന്നോളൂ. മറ്റൊരു ചോദ്യം ചിന്മയ ഉന്നയിച്ചിരിക്കുന്നത്, ഒരു ദൈവം സ്തുതി, കീർത്തനം, പ്രകീർത്തനം ഇവകൾക്കായി ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു എന്നതിന്റെ അർത്ഥം അള്ളാഹു സർവശക്തനല്ല എന്നല്ലേ എന്നതാണ്. വളരെ ബാലിശമായിട്ട് തോന്നും ഈ ചോദ്യം. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി എന്നത് പരിഗണന അർഹിക്കുന്ന ഒരു സംഗതിയാണല്ലോ. അപ്പൊ അള്ളാഹു അവനെ സ്തുതിക്കാൻ വേണ്ടി പറയുന്നത് ആരുടെ ഗുണത്തിന് വേണ്ടിയാണ്? അള്ളാഹുവിനെ പ്രകീർത്തിക്കുക എന്നത് യഥാർത്ഥത്തിൽ അതിന്റെ ബെനിഫിഷ്യറി ആരാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളൊരു കുഞ്ഞ് വളർന്നു വരുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതോ ഒരു മനുഷ്യനെ അവൻ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അവന്റെ വിധേയത്വം അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. യഥാർത്ഥത്തിൽ അവന്റെ അച്ഛനിപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അയാൾക്ക് അറിയാം അവന് ഇയാളുടെ കുട്ടിയാണ് എന്നത്. അപ്പോ ഇത് യഥാർത്ഥത്തില് അച്ഛനല്ലാത്ത ഒരാളെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അയാൾക്ക് വിധേയത്വം കാണിച്ചുകൊണ്ട് ഒരു കുഞ്ഞ് വളർന്നു വരുമ്പോ അതിന്റെ ഏറ്റവും വലിയ മാനസികമായ വ്യഥ അനുഭവിക്കുന്നത് ആരാണ്? കുറച്ചു കഴിഞ്ഞിട്ട് തിരിച്ചറിയുമ്പോ ഏറ്റവും വലിയ ജാള്യത അനുഭവപ്പെടൽ ആർക്കാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതേ സംഗതി തന്നെയാണ് ഇവിടെയും, സമാനമായ ഒരു സംഗതി തന്നെയാണ് ഇവിടെയുള്ളത്. അള്ളാഹു അല്ലാത്ത, പ്രപഞ്ചനാഥനല്ലാത്ത, ദൈവമല്ലാത്ത സംഗതികള്, ഉദാഹരണത്തിന് നമ്മുടെ മനുഷ്യരുടെ കൂട്ടത്തിൽ ദൈവമാണ് എന്ന നിലക്ക് നടിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അപ്പിയിടുന്ന ദൈവങ്ങളാണ്. ഈ അപ്പിയിടുന്ന ദൈവങ്ങളെ ദൈവം എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളുടെ ഒരു ദുരന്തം ഒന്ന് ആലോചിച്ച് നോക്കൂ. അയാള് ഈ പുറകെ നടക്കുന്നവനെ പോലെ തന്നെയുള്ള മനുഷ്യന്റേതായ എല്ലാ പരിമിതികളും ഉള്ള ഒരാളാണ് എന്നത് തിരിച്ചറിയാതെ അയാളെ ദൈവമാണ് എന്ന് വിളിച്ചുകൊണ്ട് നടന്ന ഒരുത്തന്റെ ദുരിതം, അവന് അത് തിരിച്ചറിയുന്ന ഘട്ടത്തില് എത്ര വലിയ അപമാനമാണ് അവൻ അനുഭവപ്പെടുക. അപ്പൊ യഥാർത്ഥത്തില് സത്യദൈവത്തിന്, പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവും പരിപാലകനും നിയന്ത്രകനും ഒക്കെയായ യഥാർത്ഥ ദൈവത്തെ സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക എന്നത് അതിന്റെ ഗുണം ആർക്കാണ്? സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തിന് വിധേയത്വം കാണിക്കുക എന്ന ഒരു കാര്യം ചെയ്യാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രായോജകർ ആരാണ് എന്നതൊന്ന് ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിനെ സ്തുതിക്കാൻ വിസമ്മതം കാണിക്കുന്ന ഒരേ ഒരു വിഭാഗം മനുഷ്യരാണ്. വേറെ ഖുർആൻ പരാമർശിക്കുന്ന ജിന്നുകൾക്കും സമാനമായ ഒരു പ്രകൃതം നൽകപ്പെട്ടിട്ടുണ്ട്. ബാക്കി ഈ പ്രപഞ്ചത്തിലെ സകല സംഗതികളും, ജീവനുള്ളതും അചേതനമായതും ഒക്കെയായ സകലതും അള്ളാഹുവിന് പ്രകീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മണൽത്തരി വരെയും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷികളും മത്സ്യങ്ങളും മൃഗങ്ങളും എന്നുവേണ്ട സസ്യലതാദികൾ ഉൾപ്പെടെയുള്ള സകലതും അള്ളാഹുവിന് തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ശുദ്ധ പ്രകൃതത്തിൽ അവർക്ക് അള്ളാഹുവിന് വിധേയത്വം കാണിക്കുകയല്ലാത്ത മറ്റൊരു നിലപാടും സാധ്യമല്ല. മറിച്ച് സ്വന്തം ആലോചനയുടെയും
തെരഞ്ഞെടുപ്പിന്റെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം തീരുമാനിക്കാൻ കഴിയുന്ന ഒരു പ്രകൃതമുള്ളത് മനുഷ്യനാണ്. മനുഷ്യനാണ് വഴിതെറ്റാനും സാധ്യതയുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ അത്. അപ്പൊ അള്ളാഹുവിനെ പ്രകീർത്തിക്കാൻ ആളില്ലാത്തത് കൊണ്ട് കഷ്ടപ്പാടും ദുരിതവും ആയിരിക്കുകയാണ് അള്ളാഹുവിന് എന്നാണോ നിങ്ങൾ കരുതുന്നത്? എന്നിട്ട് കുറെ മനുഷ്യരെ അതിന് റിക്രൂട്ട് ചെയ്യാണ് എന്ന്, അല്ലെ? അവരെങ്ങനെ പ്രകീർത്തനങ്ങളും സ്തുതികീർത്തനങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ അള്ളാഹുവിന് വയറ് നിറയും. ഇതല്ലേ നിങ്ങൾ പറയുന്നത്? എന്നാൽ അങ്ങനെ ഒരു ദൈവമല്ല ഖുർആൻ സമർപ്പിക്കുന്ന അള്ളാഹു. നിങ്ങൾ അൽഹംദുലില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് നിറഞ്ഞ ആനന്ദം അനുഭവപ്പെടും. നിങ്ങൾ സുബ്ഹാനല്ലാ എന്ന് മനസ്സ് തട്ടിക്കൊണ്ട് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിന് എന്തെന്നില്ലാത്ത സന്തോഷവും സംതൃപ്തിയും നിർവൃതിയും അനുഭവപ്പെടും. നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ തിരിച്ചറിവിന്റെ ബോധ്യം കാരണമായി നിങ്ങളുടെ കണ്ണുകൾ തിളക്കമുള്ളതായി മാറും. ഈ ഗുണങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആരും അൽഹംദുലില്ലാന്നോ സുബ്ഹാനല്ലാന്നോ അല്ലാഹു അക്ബർ എന്നൊന്നും പറയാൻ നിൽക്കണ്ട. അള്ളാഹുവിന് ഇതിന്റെ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു ആനന്ദ നിർവൃതിക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ധാരണ തിരുത്തി കളയാം. ഞാൻ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.